പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അത് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് ഞാനൊരു 10-12 വെണ്ടയ്ക്ക ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെണ്ടയ്ക്കയിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴട്ടാം. ഒരു 3-4 മിനിറ്റ് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 10-25 ചുമന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, മുഴുവനെ തന്നെ ഇട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ തയ്യാറാക്കുമെന്ന് പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ തയ്യാറാക്കത്തുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും ഇഡ്ഡലി, ദോശ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കറി തന്നെയാണ്. അപ്പോൾ അത് വഴറ്റിയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി നമുക്കത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരൊറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പ്. അതുപോലെ തന്നെ 1 സ്പൂണ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുഴുവൻ മല്ലി. പിന്നെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി. ഒരു 5-6 ഉണക്കമുളക് എടുത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി കിട്ടണം. എന്നാൽ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. തീ കുറച്ച് വെച്ച് വേണം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കട്ടക്കായ ഉണ്ടെങ്കിൽ ആദ്യമേ കട്ടക്കായ ഇട്ട് മൂപ്പിക്കുക. ഞാൻ കട്ടക്കായ ഇല്ലാത്തതുകൊണ്ടാണ് പൊടി ചേർത്തത് കേട്ടോ. അപ്പോൾ പൊടിക്കായം ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചട്ടിയുടെ ചൂടിൽ വേണം, ഈ പാനിൻ്റെ ചൂടിൽ വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നമ്മൾ കുക്കറിൽ ഒറ്റ വിസിലടിച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഈ ഒരുപാട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല, വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. വലിയൊരു തക്കാളി എടുത്തേക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കെല്ലാം നല്ലകൂടെ ഒന്ന് മിക്സാക്കാം. മിക്സാക്കിയതിന് ശേഷം ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും ഉള്ളിയെല്ലാം നല്ലപോലെ പൂപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഉടഞ്ഞിട്ടുമില്ല. ഇനി നമുക്കിത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം പുളി പിഴിഞ്ഞ് ഞാനൊരു അല്പം പുളി വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു, പിഴിപുളി, അത് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് പുളിയിൽ കിടന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കറി. അത് നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത മല്ലി, മുളക് ഈ കൂട്ടില്ലേ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് എത്ര ലൂസ് വേണമെന്ന് വെച്ചാൽ അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു സാമ്പാർ തയ്യാറാക്കുകയാണെങ്കിൽ, വെണ്ടയ്ക്ക സാമ്പാർ നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കും കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഞാനത് വീഡിയോയ്ക്ക് നല്ലപോലെ അതിൽ കാണാത്തത് കൊണ്ട് ഞാനത് മൺചട്ടിയിലോട്ട് മാറ്റി. അതുപോലെ മൺചട്ടി വെക്കുമ്പോൾ എല്ലാം ഒരു പ്രത്യേകത. പിന്നെ നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ വിലയൊക്കെ അറിയുന്നല്ലോ, കിട്ടാനുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ സാമ്പാർ ആയിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഉണക്കമുളകും കറി ലീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറി ലീഫ് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്ന് ഒഴിവാക്കി. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കറി ലീഫ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ കറിയിലേക്ക് നമുക്ക് ഈ താളിപ്പ് ഒഴിച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഉടനെ ഇത് സെർവ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഏതൊരു താളിപ്പാ മണമല്ല കറി പിടിച്ച് കിട്ടുമ്പോഴോ 10-15 അല്ലെങ്കിൽ 20 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സാമ്പാറെല്ലാം നല്ല തണുത്ത് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു എന്താ രസമെന്ന് നോക്കിയേ. ഇതും കൂട്ടി ചോറ് കഴിക്കാനുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. നല്ല മണമാണ് കേട്ടോ. ഈ വീടും പരിസരവും മൊത്തം മണക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഹൈപ്പ് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.